ഹലോ ചിത്തി, ഇതെന്താ നമ്മളെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ പോണ്? ഇന്ദ്രനോ, ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് നടക്കുമായിരുന്നു. ഇയാളെന്താ ഇവിടെ? ഭക്ഷണം വാങ്ങി വന്ന. ഓ, പുറത്തുനിന്നാണോ ഭക്ഷണം? അതെ, വേറെ നിവർത്തിയില്ല. അല്ല, ഔട്ട് ഹൗസില് കിച്ചൺ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുക്ക് ചെയ്തൂടെ? മ്യൂസിക് കമ്പോസിംഗിന് ഇരുന്ന പിന്നെ ഈ കുക്കിംഗ് ഒന്നും നടക്കില്ലല്ലോ. അല്ല, ചിത്തി എവിടെ പോയിട്ടാ? എനിക്ക് സഹകരണ സംഘത്തിൽ ചെറിയൊരു ജോലിയുണ്ട്, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചു. അല്ല, അപ്പൊ ഈ മോള് ജോലിക്കൊന്നും പോകുന്നില്ലേ? മോളോ? ആരുടെ മോള്? ആരുടെ മോളോ? സ്വന്തം മോള് തന്നെ, അഹല്യ. അത് ശരി, ഞങ്ങള് ചേട്ടത്തി അനിയത്തി മക്കളാ. ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും. അല്ലേലും ചിത്തിയെ കണ്ട അഹല്യയുടെ അമ്മയാണെന്നൊന്നും പറയില്ല. ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? നന്നായി പാടുന്നുണ്ട്, ഞാൻ കേട്ടിരുന്നു. അഹല്യ പാടുന്നത് ഇയാള് കേട്ടെന്നോ? ചാൻസേ ഇല്ല. അതെന്താ ആ കുട്ടി പാടുന്ന ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലേ? അങ്ങനെയല്ല, അഹല്യ പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? അതെ. എന്താ, കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ്? സത്യം പറ, ഇയാളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, എന്തേ? തല തണുപ്പിക്കണോന്നറിയാനാ. അതിന് നെല്ലിക്കതളല്ലേ ബെസ്റ്റ്. അപ്പൊ അതൊക്കെ അറിയാല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ. അവളുടെ ഭർത്താവ് ആരാന്നല്ലേ? ആ, തന്റെ ഹൗസ് ഓണർ തന്നെ. ഇതെന്ത് ഹിച്ച്കോക്ക് സിനിമയോ? കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണല്ലോ. ദാ. അഹല്യായ വിഷയെ കിം നിർണയാഹ? അല്ല, മ്യൂസിക് കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അവരെ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാത്രേ. അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. അവർക്കെന്തിനാ ഇവിടെ തന്നെ ടീച്ചറായി വേണമെന്നൊരു നിർബന്ധം? അവൾക്ക് താല്പര്യമുണ്ട്. പഠിച്ച സംഗീതം 4 പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? പിന്നെ അവൾക്കൊരു ചേഞ്ചും ആകും. ഇവൾക്കെന്തിനാ ഇപ്പൊ ഒരു ചേഞ്ച്? എത്ര നാളാന്ന് വെച്ചാ ഈ 4 ചുവരിനുള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്നേ. അഹം ഗന്തുമിച്ഛാമി. നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് കണ്ടവന്റെ മുന്നിൽ അഴിഞ്ഞാടാനാണ്. ഇനി അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം കളഞ്ഞോളണം. നിന്നോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി മേലാൽ ഇവളുടെ വക്കാലത്തുമായി വന്നിട്ടുണ്ടെങ്കിൽ ഇയാളായിരുന്നോ? ഞാനും വിചാരിച്ചു ആരാ ഇപ്പൊ കുളത്തിൽ കുളിക്കുന്നേന്ന്. കുറെ നാളായി കുളത്തിലേക്ക് കുളിച്ചിട്ട്, കണ്ടപ്പോ ആഗ്രഹം. ഇവിടെ ഇപ്പൊ കുളത്തിൽ ആരും കുളിക്കാറില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ തിരുവാതിരയ്ക്ക് ഞാനും ചിത്തിയും വന്ന് കുളിക്കും, അത്ര തന്നെ. ഇയാളോടൊരു സോറി പെൻഡിങ് ഉണ്ടല്ലോ. എന്നോടോ?
ഞാനന്ന് തന്നോടൊരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ടത്. സോറി. താൻ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ അതോ, എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിവിടെ ആരും കാണിക്കാറുമില്ല. പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാ. ആർക്കും ഒരു ഗുണവുമില്ല. ബട്ട് ഐ മസ്റ്റ് സേ ദിസ്, താനൊന്ന് അസലായി പാടി. അത് തന്നോടുള്ള ദേഷ്യത്തിൽ പാടിയതാ. ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ, ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന്. മ്യൂസിക് ഒരു കരിയറായിട്ട് എടുത്തൂടെ? നല്ല ഭാവിയുണ്ട്. ഭാവിയോ? എനിക്കോ? എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ദേ ഈ ആശ്രമ വീട് തന്നെയാ. ആ ചേട്ടൻ വന്നിട്ട് കുറച്ചു നേരമായോ? കുറച്ചു നേരമായി മോളെ. ആ. പോവാം. അണ്ണൻ പോവാണോ? ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് സാറിനെ ഒന്ന് കാണാൻ പോണം. എന്ത് പറ്റി മോളെ? 1-2 ബൾബ് മാറ്റിയിടാനുണ്ട്. ഇനിയിപ്പോ അത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ അതിനാവും ചീത്ത. എനിക്കാണെങ്കിൽ കൈയെത്തണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗോവിന്ദനാണെങ്കിൽ കാത്തിക്കുക, ഞാനാണെങ്കിൽ അതിൽ നിന്നും വൈകി. സാരല്ല, അണ്ണൻ പൊയ്ക്കോ. അല്ല മോളെ, ബൾബ് മാറ്റിടാൻ പറ്റിയ ഒരാളിനെ ഞാൻ തരാം. വാ. വെട്ടാണോ? കുഞ്ഞേ, എനിക്കാണെങ്കിൽ പുറത്തു പോയിട്ട് അത്യാവശ്യമുണ്ട്. ഓ. വീട്ടിൽ 1-2 ബൾബ് മാറ്റാനുണ്ടേ. ഒന്ന് മാറ്റാൻ സഹായിക്കൂ? ഓ, അതിനെന്താ? ഈ കസേര ഇളകുന്നുണ്ടല്ലോ. എന്താ പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടല്ല, ചുമ്മാ പറഞ്ഞു മാത്രം. എന്നാ അഴിച്ചോ. എന്ത് ബൾബേ? ഓ. ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മരിച്ചു. അമ്മയുണ്ട്, നാട്ടിലാ. ഒന്ന് മനുഷ്യ നോക്കി. ആ, ഇനി എവിടെ? ദേ എവിടെയാ? ആ, അമ്മയെ കാണാൻ പോവാറില്ലേ? ഇല്ല, അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. അമ്മയെ മിസ് ചെയ്യുന്നില്ലേ? ഒരുപാട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല വേദന ഉണ്ടാവും അല്ലേ? മരുന്നുകളെല്ലാം ഉണ്ടേ. ആ, 4 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? അതെ. ഇനിയിപ്പോ സ്വസ്ഥമായിട്ടിരുന്ന് പണിയെടുക്കാം. സത്യം. ഭക്ഷണത്തെക്കുറിച്ച് ആരോഗ്യ ടെൻഷൻ ആവണ്ട. കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം. സാമ്പാറും തൈര് സാധമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് തന്നെ ധാരാളം. എന്നാ ശരി, റെസ്റ്റ് ചെയ്തോ, ഞാൻ വരാം. ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ കാരണം? ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാന്ന് പറഞ്ഞാ അത് നുണയാവും. അതായിരുന്നു വിധി. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അച്ഛൻ അദ്ദേഹത്തോടുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണ്ണിന്റെ ജീവിതമാണല്ലോ. ഇയാൾക്ക് എതിർക്കായിരുന്നില്ലേ? എന്തിന്? സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത്? പക്ഷെ
അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എൻ്റെ അച്ഛൻ സ്വയം ഇല്ലാതായത്. ഞാൻ വെറുതെ തന്നെ കൂടെ സെൻഡിയാക്കി. ഹേയ്